18 വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കിള്ളിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് 1 മുതൽ 31 വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു. കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും. ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക. കൊണ്ടാഴി മായന്നൂർ തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. കൊണ്ടാഴി മായന്നൂർ തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 1ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞമാണ് സംഘടിപ്പിച്ചത്. തുളസി ബാലകൃഷ്ണൻ വടക്കാഞ്ചേരിയായിരുന്നു യജ്ഞാചാര്യ. വിദ്യാധര്യശ്ചനനുധോ അപ്സരോ വിസമന്തദാ മുമുചുർമുനയോ ദേവ സുമനാം സിനുദാന്വിദാ മന്ദം മന്ദം ജലതരാ ജഗജ്ജനസാഗരം നിശീതേ തമോൽപൂലേ ജായമാനേ ജനാർദ്ദനേ ദേവജ്ഞാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാം സപ്താഹത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച സ്വർഗാരോഹണ പാരായണം നടന്നു. ഭാഗവത സംഗ്രഹം, ആചാര്യ ദക്ഷിണ എന്നീ ചടങ്ങുകളും പറവെപ്പും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 29 മുതൽ ശിവരാത്രി മഹോത്സവ ഭാഗമായി നടന്നുവന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാടായിരുന്നു. അപവൃത് സ്നാനത്തിന് ശേഷമാണ് സപ്താഹ ദിനത്തിലെ സമാപന ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. പ്രസാദഊട്ടും സംഘടിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ ശിവരാത്രി ലോകം മുഴുവൻ തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ആ മഹോത്സവം തൊട്ട് മുന്നിലുള്ള 7 ദിവസം ഭഗവാന്റെ ആ മഹത് വാക്കുകളും അതുപോലെ തന്നെ അത്ഭുതങ്ങളും ഒക്കെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തില് നമ്മുടെ യജ്ഞാചാര്യ ശ്രീമതി തുളസി ബാലകൃഷ്ണൻ വളരെ കാലോചിതമായ പരിഷ്കാരങ്ങളോട് കൂടി നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. മുഴുവനൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും കേട്ട ആ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും മാത്രമല്ല വരും തലമുറകളിൽ പാപരഹിതമായ ഒരു തലമുറ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു. CCV ന്യൂസ് കൊണ്ടാഴി.